Welcome to Quantum Mechanics Part 44. ഇന്നിപ്പോൾ നിങ്ങൾ നേരത്തെയൊക്കെ സിമ്പിൾ താഴത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഞാനത് കംപ്ലീഷന് വേണ്ടി ചുമ്മാ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. ബോർ ആറ്റം മോഡൽ, അതിൻ്റെ തിയറി, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. രണ്ട് പോസ്റ്റുലേറ്റ്സ്, സത്യത്തിൽ ക്വാണ്ടം തിയറിയുടെ ഒരു തലതൊട്ടപ്പനായത്. ക്വാണ്ടം തിയറി ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആണ് ബോറിൻ്റെ ഈ പോസ്റ്റുലേറ്റ്സും ഒക്കെ വരുന്നത്. രണ്ട് പോസ്റ്റുലേറ്റ്സിനകത്ത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഒരു പട്ടിയെ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് ഒരു കുറ്റിയിലടിച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് ആ ചങ്ങലയുടെ ലെങ്തുള്ള സർക്കിളിൽ, മാക്സിമം സർക്കിളിൽ കറങ്ങാം. അതിനൊക്കെ കുറഞ്ഞ ഏത് റേഡിയസ് ഉള്ള സർക്കിളിലും അതിന് കറങ്ങാം, അപ് ടു 0. അവിടെ കണ്ടീഷനൊന്നുമില്ല. ഇതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് പല പല പാത്തുകളിൽ കറങ്ങാം. പക്ഷേ ബോർ അവിടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു, ഈ സ്പെക്ട്രൽ ഫിനോമിനയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അഡ് ഹോക്കായിട്ട് അന്നേരത്തെ കാര്യം കാണാൻ വേണ്ടി മാത്രം. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഏത് സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുമ്പോഴാണോ ആങ്കുലാർ മൊമെൻറ്റം h/2πയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആവുകയോ ചെയ്യുക, അത്തരം ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോണിന് കറങ്ങാൻ പറ്റൂ എന്നങ്ങ് പറഞ്ഞു. നമുക്ക് വല്ലതും ചെയ്യാൻ ഒക്കുമോ? അത് അഡ്ഹോക്ക് തിയറി, അന്നേരത്തെ കാര്യം സാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളായത്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഓൺലി ദോസ് ഓർബിറ്റ്സ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ആർ ചോസൺ ആസ് allowed or permitted orbits for which angular momentum of the revolving electron are integer multiples of h/2π. That is n into h/2π, where n equals 1, 2, 3, 4, etc. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ആങ്കുലാർ മൊമെൻറ്റം h/2π അതിൻ്റെ മൾട്ടിപ്പിൾസായിട്ട് വരുന്നതോ ഏത് ഓർബിറ്റിൽ കറങ്ങുമ്പോഴാണോ അത് ക്വാണ്ടൈസ്ഡ്. അതിന് ക്വാണ്ടൈസ്ഡ് ഓർബിറ്റ്സ്. ഇപ്പോൾ ലൈറ്റ് സ്വിച്ച് ഒരു ക്വാണ്ടം സിസ്റ്റമാണ് സത്യത്തിൽ. അതിന് രണ്ട് പൊസിഷനിൽ നിൽക്കാൻ പറ്റൂ, ഓൺ സ്റ്റേറ്റിലും ഓഫ് സ്റ്റേറ്റിലും. ഇതിനിടയ്ക്ക് പല പൊസിഷൻസ് ഉണ്ടല്ലോ, പക്ഷേ സ്പ്രിങ് ആക്ഷൻ കൊണ്ട് ഇനി രണ്ട് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് എ ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റ് സിസ്റ്റം. ഒരു പട്ടിയെ തുടലിൽ കെട്ടുന്നത് ക്ലാസിക്കൽ സിസ്റ്റമാണ്. നോ ക്വാണ്ടൈസേഷൻ ഈസ് ദർ, നോ റെസ്ട്രിക്ഷൻ ഈസ് ദർ, എക്സെപ്റ്റ് ദാറ്റ് മാക്സിമം റേഡിയസ് ഷുഡ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ചെയിൻ. ദാറ്റ്സ് ഓൾ. സെക്കൻഡ് പോസ്റ്റുലേറ്റ്, ഈ ഏതെങ്കിലും ഒരു പ്രിവിലേജ്ഡ് ഓർബിറ്റിൽ അല്ലെങ്കിൽ ഈ അലൗഡ് ഓർബിറ്റിൽ കറങ്ങുന്നിടത്തോളം കാലം റേഡിയേഷനൊന്നും പുറത്ത് വരില്ല, അല്ലെ ഇലക്ട്രോൺ വിൽ നോട്ട് റേഡിയേറ്റ് എനർജി. റേഡിയേഷൻ നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ എനർജി ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജി ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തണം, ജമ്പ് ചെയ്യണം. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഇപ്പം നോ ഇലക്ട്രോൺ റേഡിയേറ്റ്സ് എനർജി സോ ലോങ് ആസ് ഇറ്റ് റിമെയിൻസ് ഇൻ വൺ ഓഫ് ദി പ്രിവിലേജ്ഡ് ഓർബിറ്റ്സ്, ആൻഡ് റേഡിയേഷൻ ഒക്കേഴ്സ് ഓൺലി വെൻ an electron goes from a higher energy orbit to a lower energy one, according to the condition h nu equals E2 minus E1, where E2 is the higher energy and E1 is the lower energy. This is known as Bohr frequency condition. ഈ രണ്ട് പോസ്റ്റുലേറ്റ്സിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ തിയറി ഫോം ചെയ്തത്. ഇതിനൊക്കെ ചില എക്സ്പ്രഷൻസൊക്കെ ഡിറൈവ് ചെയ്യണം. അതിന് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ കൂട്ടും കൂടെ പിടിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് ബേസിക് ഇക്വേഷൻസ് ആണല്ലോ. ഒന്ന്
ഓർബിറ്റിന് ചുറ്റും കറങ്ങുമ്പോൾ ഇലക്ട്രോണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ mv²/r, that is centripetal force, is equal to 1/4πε0 into q1 q2 by r square. അതാണല്ലോ ഇലക്ട്രോസ്റ്റാറ്റിക് കൊളംബിയൻ ഫോഴ്സ്. അതിപ്പോൾ n ക്വാണ്ടം നമ്പർ വരുന്ന ഓർബിറ്റ് എടുക്കുമ്പോൾ ജനറലായിട്ട് എടുക്കുമ്പോൾ m വെലോസിറ്റി വി എൻ എന്ന് കൊടുക്കുന്നു, എം വി ഇലക്ട്രോൺ വെലോസിറ്റി mvn² ആ ഓർബിറ്റിൻ്റെ റേഡിയസ് rn ഈക്വൽസ് 1/4πε0 ഇൻറ്റു ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇസഡ് ഇൻറ്റു ഇ. ഇസഡ് ഈസ് ഈ അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ ആറ്റം ഇസഡ് ഈസ് 1. പക്ഷേ സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം ഒക്കെ എടുക്കുമ്പോൾ ഇസഡ് ഈസ് 2. അപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ അങ്ങ് ഇസഡ് ഇടുന്നു. ഇസഡ് ഡി ആണ്. ഇസഡ് പ്രോട്ടോൺസ് ഉണ്ട് ന്യൂക്ലിയസിൽ. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് ഈ ഇസഡ് പ്രോട്ടോൺ ഇസഡ് ഇൻറ്റു ഇപ്പോൾ q1 ഇൻറ്റു q2 ഇലക്ട്രോൺ ചാർജ് ബൈ അത് തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണല്ലോ rn². from which mvn² equals 1/4πε0 into ze² by rn. ഒരു rn അങ്ങ് ക്യാൻസൽ ചെയ്യുമല്ലോ. put it as equation number 1. ഇനി ബോറിൻ്റെ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഉപയോഗിക്കുക. ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം മീൻസ് moment of momentum. Moment of a quantity means any quantity multiplied by a distance, a separation. ഒരകലം കൊണ്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈ മോമെൻറ്റ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയാം. മോമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്നേ അർത്ഥമുള്ളൂ, പ്രാധാന്യം. അപ്പോൾ മോമെൻറ്റ് ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റം ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മോമെൻറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് mv ഇൻറ്റു r. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റ് അബൌട്ട് ദി ന്യൂക്ലിയസ് mvn ഇൻറ്റു rn. ദറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു h/2π. ഇതാണല്ലോ ബോറിൻ്റെ ആംഗുലാർ മൊമെൻ്റ് ക്വാണ്ടം കണ്ടീഷൻ. ഇവിടെ നിന്ന് mvn ഈക്വൽസ് ns/2πrn. അത് put it as equation number 2. ഇനി ഇക്വേഷൻ 1നെ m കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m² vn² ഈക്വൽസ് 1/4πε0 ഇൻറ്റു mze² by rn. ഇക്വേഷൻ 2നെ അങ്ങ് സ്ക്വയർ ചെയ്യുക. ഇക്വേഷൻ 2 ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്യുക. ഇക്വേഷൻ 2 ഇത് mvn, ഇവിടുന്ന് mvn എടുക്കാം. ഇക്വേഷൻ ദിസ് ഈസ് ഇക്വേഷൻ 2. അതിനെ അങ്ങ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ m² vn² ഈക്വൽസ് n² by 4π² rn². ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യുക. വി ഗെറ്റ് n² by 4π² rn² ഈക്വൽസ് 1/4πε0 into mze² by rn. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് സോൾവ് ചെയ്യാം, rn സോൾവ് ചെയ്യാം. We will get it as rn equals ε0 n² by pi m ze². ഇവിടെ n ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റൻസാണ്, ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസാണ്. സോ that means rn, radius of an orbit, Bohr orbit, is proportional to square of quantum number n². ഇനി നമുക്ക് എനർജി കാണണം. ഇപ്പോൾ രണ്ട് എനർജി എടുത്താൽ മതി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ek ½mvn². ഇക്വേഷൻ 1ൽ നിന്നും mvn² നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1ൽ നിന്ന് mvn² 1/4π അതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഹാഫ് ഇൻറ്റു ek ഈക്വൽസ് ഹാഫ് ഇൻറ്റു 1/4πε0 ഇൻറ്റു ze² by rn. പൊട്ടൻഷ്യൽ എനർജി, രണ്ട് ചാർജ് തമ്മിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്.
1/4π0 into plus or minus q1 into plus or minus q2 by r. ഇൻവേഴ്സ് സ്ക്വയറിൽ ഓഫ് ഫോഴ്സ് വരുന്ന കേസിലെല്ലാം പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻ ആറേ വരത്തുള്ളൂ. ആർ സ്ക്വയർ ഫോഴ്സ് ലോയിൽ വന്നാൽ പൊട്ടൻഷ്യൽ ലോയിൽ ആർ ഇട്ടാൽ മതി. ചാർജിൻ്റെ രണ്ടിൻ്റെ സൈനും കൊടുക്കണം. രണ്ട് ചാർജും സെയിം സൈൻ ആണെങ്കിൽ റിപ്പൽഷനാണ്, അപ്പോൾ പോസിറ്റീവ് സൈൻ വരും. രണ്ട് ചാർജും ഓപ്പോസിറ്റാണ്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആകുമ്പം പ്രോഡക്റ്റ് Q1 Q2 മൈനസ് വരും, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മൈനസ് വരും. അപ്പോൾ എവിടൊക്കെ അട്രാക്ഷൻ ഉണ്ടോ അവിടെല്ലാം പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവായിരിക്കും. റിപ്പൽഷൻ വരുന്നിടത്തെല്ലാം പൊട്ടൻഷ്യൽ എനർജി പ്ലസ്സും ആയിരിക്കും. ഇവിടെ ഇപ്പോൾ അട്രാക്ഷനാണ്, പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഈസ് 1/4π0 into plus or minus q1 into plus or minus q2 by distance between them. ഇവിടെ ഇപ്പോൾ ഇ പി ഈക്വൽസ് 1/4π0 into q1 ഈസ് പ്രോട്ടോൺ ന്യൂക്ലിയസിൻ്റെ ചാർജ്, ദാറ്റ് ഈസ് പ്ലസ് ഇസഡ് ഇൻറ്റു ഇ ഇൻറ്റു q2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ അതിൻ്റെ ചാർജ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ആറിന് വരെ RN nth ഓർബിറ്റിൻ്റെ റേഡിയസ്. ഓർ ദിസ് ഈസ് മൈനസ് 1/4π0 into z e square by RN. ഇനി ഇതിനകത്ത് ഈ RN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, എങ്കിൽ ടോട്ടൽ RN പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ടോട്ടൽ എനർജി EN ഈസ് ഈ കൈനറ്റിക് പ്ലസ് ഈ പൊട്ടൻഷ്യൽ. രണ്ടിൻ്റെയും ടേംസിൽ ഹാഫും ഇവിടെ വണ്ണും വരുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇത് ഹാഫ് ഇൻറ്റു ഈ കാണുന്നത് തന്നെ ഇത് വിത്ത് എ മൈനസ് സൈൻ. അപ്പോൾ ഇത് ഹാഫ്, ഇത് -1, ഹാഫ് എക്സ് പ്ലസ് -x എന്ന് പറഞ്ഞാൽ -12x. സോ ഈ എൻ ടോട്ടൽ എനർജി എൻ ഈക്വൽസ് -12 ഇൻറ്റു 1/4π0 ഇൻറ്റു z e square by RN. ഇനി നമുക്ക് RN അടുത്ത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RN എക്സ്പ്രഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്, അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് EN ഈക്വൽസ് -mz സ്ക്വയർ e⁴ by 8ε0 സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ. ഇതാണ് കിട്ടുക. ഇനിയും സോ ദിസ് ഈസ് ദി ടോട്ടൽ എനർജി. ഈ ടോട്ടൽ എനർജി പറ്റി നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി ആ സ്പെക്ട്രൽ ഫോർമുലയോടെ ഒന്ന് ഫോം ചെയ്യുക. ബോറിൻ്റെ ഫ്രീക്വൻസി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. h ന്യൂ ഈക്വൽസ് E2 - E1. ന്യൂ എന്ന് പറഞ്ഞാൽ c/λ, അപ്പോൾ hc/λ ഈക്വൽസ് E2 എന്ന് പറയുമ്പം ക്വാണ്ടം നമ്പർ n2 ഇട്ട് കൊടുക്കുക, ഹയർ ക്വാണ്ടം നമ്പർ എന്നുള്ള അർത്ഥത്തിൽ -mez സ്ക്വയർ e⁴ by 8ε0 n2 സ്ക്വയർ h സ്ക്വയർ മൈനസ് E1. അപ്പോൾ n1 ഇട്ട് കൊടുക്കുക, അതിനൊരു മൈനസ് വരുമ്പോൾ ദിസ് ബിക്കംസ് പ്ലസ് mz സ്ക്വയർ e⁴ by 8ε0 സ്ക്വയർ n1 സ്ക്വയർ h സ്ക്വയർ. You can bracket it as me⁴ z സ്ക്വയർ by 8ε0 സ്ക്വയർ h ക്യൂബ്. സോറി, ഇവിടുന്ന് 1/λ, ഇവിടുന്ന് 1/λ വേവ് നമ്പർ എന്ന് പറയാം. 1/λ ഈക്വൽസ് HC കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ me⁴ z സ്ക്വയർ ബൈ 8ε സ്ക്വയർ h ക്യൂബ് c ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. For hydrogen atom z is 1. So this formula becomes 1/λ ഈക്വൽസ് ഇവിടെ വരുന്നത് RH എന്ന് കൊടുക്കുന്നു, റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്, എ കോൺസ്റ്റൻറ്റ്, ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. വേറെ RH ഈക്വൽസ് me⁴ by 8ε0 സ്ക്വയർ h ക്യൂബ് c. അത് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് ആയിട്ട് വാല്യൂറ്റ് ചെയ്യുമ്പോൾ 1.097 ഇൻറ്റു 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. കാരണം ഇത് 1/മീറ്ററാണ്. 1/മീറ്റർ ഓർ മീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഇതിനൊക്കെ എനർജി, ടോട്ടൽ എനർജി നേരത്തെ കിട്ടിയ എക്സ്പ്രഷനാണ് -me⁴ by 8ε0 സ്ക്വയർ h സ്ക്വയർ n സ്ക്വയർ. ഇത് ജൂളിലാണ്. ഇലക്ട്രോൺ വോൾട്ട് ആക്കുവാൻ വേണ്ടി ഇതിനെ ഇലക്ട്രോൺ ചാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ e⁴ എന്നുള്ള E³ ആകും. അപ്പോൾ അത്രയും ഇലക്ട്രോൺ വോൾട്ട്.
ഇതിൽ ഈ കോൺസ്റ്റൻസ് എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഈ എൻ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്ന് -13.6/n² എന്ന് കിട്ടും. അത്രയും ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി. ഈ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. ഇതിൻ്റെ അർത്ഥം മാത്രമല്ല, n കൂടും തോറും ഇ എന്നിൻ്റെ മോഡുലസ് കുറയും. നെഗറ്റീവ് എനർജി ആകുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ 0 അത് 0 വരുന്നത് when n equals infinity, അതായത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ഇന്നർ മോസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ n 1 അപ്പോൾ എനർജി ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ദറ്റ് ഈസ് ദി ലീസ്റ്റ് എനർജി. ഏറ്റവും കുറഞ്ഞ എനർജി അത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ 2 കുട്ടികളെ പിടിച്ച് വലിച്ചടുപ്പിക്കുക 2 കൈ കൊണ്ടും നമ്മളിലേക്ക് അടുപ്പിക്കുന്നു. ഇതിൽ എനർജി കുറഞ്ഞാൽ, ശക്തി കുറഞ്ഞവൻ നമ്മുടെ അടുത്തിഞ്ഞു പോരും. ശക്തി കൂടിയവൻ നമ്മുടെ അടുത്തേക്ക് വരാൻ വിസമ്മതിക്കും. അവൻ എനർജി കൂടുതലാണ്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എനർജി കൂടുതലാണ്. അടുത്ത് വരുന്നത് എനർജി, അടുത്തുള്ള ഷെല്ല് ഓർബിറ്റിൽ വന്ന് കറങ്ങുന്നത് എനർജി കുറഞ്ഞ ഇലക്ട്രോൺസാണ്. മാക്സിമം എനർജി 0 ആൻഡ് ദാറ്റ് ഈസ് for the electrons in the outermost orbit, and least energy is for the innermost orbit, for which n equals 1. ഇനി നമുക്ക് ഇത് സാധാരണ എനർജി റെപ്രസെൻ്റ് ചെയ്യാൻ സ്ട്രെയിറ്റ് ലൈൻസാണ് ഉപയോഗിക്കുന്നത്. അത് എനർജി ലെവൽ ഡയഗ്രം. ചുമ്മാ കുറേ ഹൊറിസോണ്ടൽ ലൈൻസ് ഇങ്ങനെ ബറോറാന്ന് വരയ്ക്കുകയല്ല, ഇത് സ്കെയിൽ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഏറ്റവും കുറഞ്ഞ എനർജി ദറ്റ് ഈസ് E1, അത് പേപ്പറിൻ്റെ ചുവട്ടിലങ്ങ് വരയ്ക്കും ഹൊറിസോണ്ടൽ ലൈനായിട്ട്. E1 n equals 1, E1 ഈസ് -13.6. അടുത്ത ഓർബിറ്റിൻ്റെ എനർജി E2 ദറ്റ് ഈസ് -13.6/2² or 4 or -3.4 ഇലക്ട്രോൺ വോൾട്ട്. ദറ്റ് ഈസ് ഫോർ n equals 2. അപ്പോൾ ചെയ്യുന്നത് ഒരു സ്കെയിൽ എടുക്കും. 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽസ് 1 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു സ്കെയിൽ എടുത്താൽ ഇത് വരച്ച് കഴിഞ്ഞാൽ ഇത് വരയ്ക്കേണ്ടത്, ഇത് നമ്മളുടെ ഡിഫറൻസ് ഇപ്പോൾ ഏതാണ്ട് 10.2 ഇലക്ട്രോൺ വോൾട്ടാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് 1 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്താൽ 10.2 ഇലക്ട്രോൺ വോൾട്ട് ആകുമ്പോൾ 10.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ലൈനിൽ നിന്ന് 10.2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മറ്റൊരു ലൈൻ ഹൊറിസോണ്ടൽ ലൈന് പാരലായിട്ട് വരച്ചാൽ ദാറ്റ് വിൽ റെപ്രസെൻറ്റ് E2. ഇതുപോലെ അടുത്ത ലൈൻ വരയ്ക്കാൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതിന് ഈ സ്കെയിൽ അപ്ലൈ ചെയ്തിട്ട് വരയ്ക്കണം. ഇങ്ങനെ ചുമ്മാതെ വെറുതെ അല്ലാതെ വരയ്ക്കുന്നതല്ല ഈ എനർജി ലെവൽ ഡയഗ്രാം. ഇങ്ങനെ സ്കെയിലെടുത്തിട്ട് വരയ്ക്കുന്നതാണ്, തോതെടുത്തിട്ട് വരയ്ക്കുന്നതാണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്ന, ഈ n² ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. ഈ ഡിഫറൻസ്, അടുത്തടുത്തുള്ള എനർജിയുടെ ഡിഫറൻസ് കുറഞ്ഞു വരും. ഒരു കുറേയേറെ n വാല്യൂ ആയി കഴിയുമ്പോൾ ഈ ലൈൻസ് തിരിച്ചറിയാൻ വയ്യാതാകും. ദാറ്റ് മീൻസ് എനർജി ബിക്കംസ് ഓൾമോസ്റ്റ് continuous, or the system behaves like a classical system. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ അപ്സെറ്റ് ആകും. അതാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോർ ഹയർ n വാല്യൂസ് ദിസ് quantization, nature of quantization will be lost, and for n equals infinity energy is 0. ഇനി ഇതിന് ഹയർ ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള എനർജി പുറത്തു വരും ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുക. ഹൈഡ്രജൻ സ്പെക്ട്രം നമുക്കറിയാം. ലൈമാൻ സീരീസ് എന്ന് പറയുമ്പോൾ അപ്പർ ലെവലിൽ നിന്നെല്ലാം ഫസ്റ്റ് ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. അടുത്ത ബാമർ സീരീസ്, സെക്കൻഡ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻസ്. ബാമർ, ദെൻ പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, എക്സെട്രാ സീരീസ്. ഇതെല്ലാം to n equals 1, to n equals 2, to n equals 3 and so on. We will see all these things in the form of questions in coming postings. Thank you.